മേ ഐ കം ഇൻ? ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണ് തീരെ നേരമില്ല. നിനക്ക് പറ്റിയൊരാളെ ദോ നിൽക്കുന്നു. എനിക്ക് അവരൊക്കെ കാണുമ്പോ തന്നെ മുട്ടിടിയാണ്. നമ്മളെക്കാളൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ. അവരറിഞ്ഞു നോക്കിക്കോളും. ഇതൊരു കോണാച്ച അപരാധം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സബ്ജക്ട് ഈസ് രേണുസുതി. വൃത്തികെട്ട കണ്ടന്റ്. എന്താടാ പിന്നെ? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ വൃത്തികെട്ട കണ്ടന്റ്. നീ അങ്ങോട്ട് വളർന്നുപോയി. ഷഫീന ബീബി. പുള്ളിക്കാരത്തി രേണുസുതിയുടെ 1-2 ചാറ്റ്. എന്താ ഉറക്കം വരുന്നു? 1-2 ചാറ്റ് പുള്ളിക്കാരത്തിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലൂടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എവിഡൻസ് എവിടെ? എവിഡൻസ് എവിടെ? അത്രയും ബോധ്യായിട്ടാ. ഞാൻ ആരോടും പറയില്ല, നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. നിങ്ങൾ നിക്കറില്ലാതെ ആടുന്ന എവിഡൻസ് വേണോ? സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എനിക്ക് അത്യാവശ്യം 500 രൂപ അഡ്വാൻസ് ആയി കിട്ടിയ കൊള്ളാമായിരുന്നു. എന്തിനാ? കാര്യം പേഴ്സണലാ. നിന്റെ അത്യാവശ്യം എന്താന്ന് എനിക്കറിയാം. നിങ്ങൾ നിക്കറില്ലാതെ ആടുന്ന എവിഡൻസ് വേണോ? സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സാർ എന്റെ വിചാരം മനസ്സിലാക്കണം സാർ. ഈ സാധനം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. കിട്ടി. ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. എന്തോന്ന് കണ്ടത്? എന്തോന്ന്? ഫുൾ നെക്കഡ്. ഇഷ്ടംപോലെ തുണിയില്ലാത്ത സാധനങ്ങൾ അവൾ എങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിച്ചോ നല്ല ഊളി. നിങ്ങളെങ്ങനെ വിചാരിച്ചോ? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. ഇതിനേക്കാൾ തെളിവുകൾ ഉണ്ട്. ഇത് വേറെയുണ്ടോ? എന്താ ഇങ്ങോട്ട് കൊണ്ടുപോവാ? അതൊന്നും എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ചാനലിന് പ്രോബ്ലം വരും. കാരണം അറിയാലോ, ന്യൂഡിറ്റി ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യണം. എന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും കെട്ടഴിച്ചു വിടണം. ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയല്ല, അല്ലല്ല, മൊബൈലില്. ഇതിനകത്ത് എന്താണ് പറയണത്? ആള് UK-ലാണ്. നാട്ടിലെത്തുമ്പോ കാണണം. ഇതെന്തോന്നിത്ര കാണാൻ? ആകെ 3 കാര്യങ്ങളല്ലേ ഉള്ളൂ. UK-ക്കാർ ഇത്ര ഗതികേടോടെ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം. കുറച്ചാളായി, പക്ഷെ ഞങ്ങൾ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. കാണാൻ താല്പര്യമുണ്ട്. അതിന്റെ റേറ്റ് എത്രയാണ്? ചേച്ചി, ഉദ്ഘാടനത്തിനൊക്കെ നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഇതിനെ കണ്ടാ മതി. അങ്ങോട്ട് ഉറപ്പിക്കേ. അപ്പൊ റേറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആരാ? കരിസ്മയാ. പൈസ ഒക്കെ കൊടുക്കണം. അപ്പം ഏത് തരത്തിലുള്ള മീറ്റാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരാ ഇപ്പൊ കരിസ്മ? മാനേജരാ. അവരാര് പറഞ്ഞ കേക്കും? ആര് പറഞ്ഞാലും കേക്കും. മാഡത്തിന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് രണ്ടുപേരുടെ സ്വർണവും ഇട്ട് കിരീടവും വെച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിടല്ലേ? കാലിന്റെ വീഡിയോസ് ഇട് ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവര് പറഞ്ഞത്. അയ്യോ ദാരിദ്ര്യം. രേണുവിന്റെ കാലിന്റെ വീഡിയോ കാണാതെ ഇവിടെ ആരാധകർക്ക് ഉറക്കം വരുന്നില്ല. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ എങ്ങനെ ഉറങ്ങുമെന്നോ. ദാ കിടക്കുന്ന 2 കാൽ. അതുകൊണ്ടായിരിക്കും ആരാധകർ പറഞ്ഞു കാലിട്ടു. ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. സ്വന്തമായിട്ട് ഒരു കഴിവുമില്ലാതെ ഒരു വ്യക്തിയുടെ മരണം മൂലം ഫേമസ് ആയി വന്നിട്ട് ഇത്രയും അതപ്പതിച്ച ഒരു സ്ത്രീ വേറെ കാണത്തില്ല. പണ്ട് വരെ സഹായിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വല്ല പൈസ വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് ചോദിച്ചോ. എനിക്ക് പൈസ ഇപ്പൊ ഉണ്ട്. ഇവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. പണ്ട് സഹായിച്ചവരൊക്കെ ബ്ലൂഞ്ചി തെറ്റി ഇരിക്കുമായിരിക്കും. പണ്ട് സഹായിച്ചവരൊക്കെ ബ്ലൂഞ്ചി തെറ്റി ഇരിക്കുമായിരിക്കും. ആ 100 രൂപ കിട്ടിയാൽ എനിക്കങ്ങ് പോകായിരുന്നു. ചെല്ലി, ഇവിടെ ആർക്കും രൂപയൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ ആളുകൾ പറഞ്ഞതോ എന്തിന്റെ കേടായിരുന്നു എനിക്കെന്ന് ഓർത്തു. ചേച്ചിയുടെ ബിസിനസ് ഒക്കെ ഹെവി ബിസിനസ് അടേ. ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ കംപ്ലീറ്റ്. This program is sponsored by